ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി നല്ല രീതിയിലൊന്ന് നല്ലൊരു ഫേഷ്യലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നല്ലൊരു ഫേഷ്യൽ പോലെയുള്ള ഒരു സംഭവം, ഒരു പാക്ക് നമ്മൾ കൊടുത്താലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വാഷ് ചെയ്തിട്ടും ഫേസൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിവിടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൗഡറാണ് കേട്ടോ. പൗഡറാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യാഡ്ലിയുടെ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. യാഡ്ലിയുടെ പൗഡറാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുന്നത്. മിക്കവരും തന്നെ പോൺസാണ് എടുത്തിരിക്കുന്നത്. പോൺസ് കുറച്ചും കൂടി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ എന്നാലും യാഡ്ലിയും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല പൗഡറായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൗഡറാണ് യാഡ്ലി. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മൾ ഫേസിനൊക്കെ ഒത്തിരി നല്ലൊരു സംഭവം തന്നെയാണ്. റോസ് വാട്ടർ നമ്മൾ മുഖത്തിൽ നല്ല ചർമ്മമൊക്കെ തിളക്കം ഉണ്ടാവാനും അതുപോലെ നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരുപാട് ഓയിലി ആയ അല്ലെങ്കിൽ അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് എല്ലാത്തരം സ്കിന്നുകാർക്കും വളരെ നല്ലൊരു സംഭവം തന്നെയാണ് റോസ് വാട്ടർ. നമ്മുടെ വീട്ടിൽ റോസാപ്പൂക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റോസ് വാട്ടർ ഒക്കെ നമുക്ക് ആക്കി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അതില്ലെങ്കിൽ ഒരു ചെറിയ റോസ് വാട്ടർ, ഇതിന് 16 രൂപയുള്ള ഒരു ചെറിയൊരു റോസ് വാട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ ഫേസിന് എല്ലാ സ്കിന്നുകാർക്കും നല്ലതാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ചേർത്ത് വെട്ടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ സമയത്തൊക്കെ ഈ ഡിസംബറൊക്കെ ആ ടൈമിലൊക്കെ അങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെട്ടുന്നതൊക്കെ വളരെ നല്ലതാണ്. മൊരിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ മാറാൻ ഇത് ഒരുമിച്ച് വെട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടിയും ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫേസിന് ആവശ്യമുള്ള പൗഡർ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിന് ഇത് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എടുക്കാം. എന്നിട്ട് അടുത്തത് നമുക്ക് റോസ് വാട്ടറും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലിസറിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്ലിസറിൻ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഗ്ലിസറിനൊക്കെ അതിനൊരു കണക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 തുള്ളി ഗ്ലിസറിനാണ് ഇടാൻ പോണത് കേട്ടോ. അത്രയൊക്കെ എടുക്കുന്നുള്ളൂ. ഗ്ലിസറിനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യേണ്ട സംഭവം, ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഗ്ലിസറിൻ. ഒരുപാട് എടുത്തിട്ടില്ല ഞാൻ, 3 തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ ഗ്ലിസറിൻ. പിന്നെ എടുത്തേക്കണത് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ നമുക്ക് ഈ ഒരു പാക്ക് നമ്മൾ ആ വെള്ളം ഈ ഒരു റോസ് വാട്ടർ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടുതൽ എടുക്കാം നമുക്ക് റോസ് വാട്ടർ. നമുക്കിത് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് മിക്സ് ആവുന്നത് അനുസരിച്ചുണ്ടല്ലോ, ഇത് നന്നായിട്ട് മിക്സിങ് ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു പാക്ക് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. ഈ ഒരു യാഡ്ലിയുടെ പൗഡറിന് നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ആയി കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മതി. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതിൻ്റെ ഇവിടെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഫേസിലോട്ട്. ഞാൻ ഇവിടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പൊള്ളൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ കുറച്ച് പൗഡർ എടുത്തിട്ട് റോസ് വാട്ടർ ഗ്ലിസറിൻ കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കയ്യിലൊന്ന് പുരട്ടി നോക്കിയിട്ട് മാത്രം ഫേസിലോട്ട് ഇട്ടാൽ മതി കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ഒരുപാട് സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാർക്കൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാം
ഇതും പറ്റിയെന്ന് വരില്ല, പാക്കാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരരുത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കയ്യിലൊക്കെ ഒന്ന് കുറച്ച് നേരം വെക്കുക കേട്ടോ. എന്നിട്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ഇങ്ങനെ ഇതിട്ടിട്ട് പിന്നെ ഒരിക്കലും ഒരു പ്രോബ്ലം വരരുത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ ഇതൊക്കെ പാക്കൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മാറ്റമുണ്ട് കേട്ടോ. അതേ മുഖത്തൊക്കെ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. മുഖം നല്ല രീതിയിൽ ആ ഒരു കളറൊക്കെ ഒരു ടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിത് നല്ല ഒരു ഇതായിട്ടാണ് കേട്ടോ തോന്നി ഈ ഒരു പാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. ഇതിടുമ്പോൾ കുറച്ചൊരു നല്ലൊരു പുകച്ചിൽ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടിയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു പുകച്ചിൽ പോലെ തോന്നും, പിന്നെ ഓക്കെയാണ്, പിന്നെ വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ മുഖമൊക്കെ അങ്ങോട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇരിക്കും കേട്ടോ. നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഗ്ലിസറിനും റോസ് വാട്ടറും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല തിളങ്ങാനും അതുപോലെ കളർ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് പുരട്ടിയാലും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാർക്ക് ചിലപ്പോൾ അത് പറ്റാത്തതാവാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാനിടുന്ന പുത്തൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.